നിറങ്ങളെ ഒരുങ്ങിയോ പുലരി പോൽ നിറങ്ങളെ ഒരുങ്ങിയോ പുലരി പോൽ ബ്രില്യൻറ്റ് പാല ക്യാമ്പസിന് മുന്നിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവരെല്ലാവരും ഇവിടെ അതിമനോഹരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരുടെ ലൈവ് സ്കെച്ചിങ് എക്സസൈസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ എന്താ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സീനിൻ്റെ പെർസ്പെക്റ്റീവ് സ്കെച്ചാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യൂസ് പോയിന്റ്സുകളാണ് നമ്മൾ അതിൻ്റെ സ്കെയിലെല്ലാം പ്രൊപ്പോർഷൻസ് നോക്കി നമ്മളത് വരച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ബ്രില്യൻറ്റ് വന്നിട്ട്? ബ്രില്യൻറ്റ് വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പിന്നെ എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആണ്. നമുക്ക് നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് നോളജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വളരെ പറ്റും. ഹലോ മോളെ, എങ്ങനെയുണ്ട്? വരച്ചു കഴിഞ്ഞോ? ഇല്ല, വരച്ചു കഴിഞ്ഞിട്ടില്ല. പേരെന്താണ്? നയനാണ്. നയന. വീട് എവിടെയാ? ഞാൻ ഡൽഹിയിൽ നിന്നാണ് ആക്ച്വലി. ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ? അതെ, അതുകൊണ്ട് ചേച്ചി ഇവിടെ ബ്രില്യൻറ്റ് നീറ്റ് പഠിച്ച് പാസ്സായതാണ്. ഓക്കെ, ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ്. ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ്ങിലെ ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയാണ് നമ്മുടെ മുനീർ സാർ. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് ഇവരുടെ ഈ ഒരു എക്സസൈസ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? അതായത് ഇവരുടെ യൂസീഡ് അല്ലെങ്കിൽ ബി ആർക്ക്, ബി പ്ലാനിങ്, ഈ എക്സാംസിനെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡ്രോയിങ്. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ സീൻ ഡ്രോയിങ് അല്ലെങ്കിൽ മെമ്മറി ഡ്രോയിങ് എന്നാണ് അതിന് പറയുക. നമ്മൾ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുള്ള ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലിരിക്കുന്ന നിങ്ങൾ കാണുന്ന വ്യൂവ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വ്യൂവ്, പല ക്വസ്റ്റ്യൻസ് വരെ. ഇപ്പം നമ്മുടെ ഇപ്പം മഹാകുംഭ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അവിടെ പോയിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യൂവ്, അങ്ങനെ പറഞ്ഞ പല. ഇതിൻ്റെ എല്ലാം ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒബ്സർവേഷനാണ്. അതായത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ കാണുന്ന കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? കുറേ പേര് അവിടെ ഇരിക്കും, ചിലപ്പോൾ ഒരു മൃഗങ്ങളായിക്കോട്ടെ, പട്ടി അവിടെ ഇരിക്കുന്നതായിരിക്കും, കിടക്കുന്നതായിരിക്കും, കുറേ വെള്ളമൊക്കെ. ഇപ്പം ഈ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം അതിൻ്റെ വൃത്തിയുള്ളത് കൊണ്ട് വൃത്തികേടുള്ളതുകൊണ്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യണം പിള്ളേർ. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഈ ഒബ്സർവ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് അവരുടെ ഒരു മെയിൻ ജോബ്, അല്ലേ? അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിലും അങ്ങനെയായിരിക്കും കൂടുതലായിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ ഫൈൻഡിങ് ആയിരിക്കും വരുന്നത്. എങ്ങനെയുണ്ട്? വരച്ചു കഴിഞ്ഞോ? ഇല്ല, വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെയുണ്ട് ബ്രില്യൻറ്റിൽ വന്നിട്ട്? അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി. കസിൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു കേട്ട് വന്നതാണ്. ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫീൽഡ് ആർക്കിടെക്ചർ ആയിരുന്നു. ഇവിടെ ആദ്യം ഇല്ലായിരുന്നു. ടൈം ആയപ്പോൾ കറക്റ്റ് ടൈം നമ്മൾ പ്ലസ് ടു കഴിയുമ്പോഴത്തേനും ഇവിടെ തുടങ്ങി. അപ്പോൾ നമ്മൾ നല്ലോണം പഠിക്കണം. നല്ല ഹെൽപ്ഫുള്ളാണ് ക്ലാസ്സസൊക്കെ. നല്ല അറിവൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഹോം സിക്നെസ് ഒക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറി നിൽക്കുമ്പോൾ? അതുണ്ട്, പക്ഷെ സ്റ്റിൽ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു, അപ്പോൾ തിരിച്ചൊരു വീട്ടിലോട്ട് വന്ന പോലെ. അപ്പോൾ നമ്മുടെ ഈ ലൈവ് സ്കെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രസാദ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് സാർ ഇവർ ഇതൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ? ഇവർക്ക് ആർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് പറഞ്ഞു. പ്രത്യേകിച്ച് പെർസ്പെക്റ്റീവ് 1 പോയിന്റ് 2 പോയിന്റ് 3 പോയിന്റ് പെർസ്പെക്റ്റീവ് തിയറികളും ഒരു ബിൽഡിംഗ് ഒക്കെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഗർ വരയ്ക്കുമ്പോൾ പെർസ്പെക്റ്റീവ് ദൂരെയും അടുത്തുമുള്ള കാര്യങ്ങൾ എങ്ങനെ വരയ്ക്കുന്നു, എല്ലാ ഒബ്ജക്റ്റും വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിഫറൻസാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് കാണുന്ന ഒരു ഡീപ്പായ സൈഡിലേക്കല്ല, പുറമേ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നത്. അവർക്കത് മതി. നമ്മളെ പേരെന്താണ്? മീര. മീര. വീട് എവിടെയാ? വീട് ട്രിവാൻഡ്രം. ഓക്കെ, ഹോസ്റ്റലാണോ? എങ്ങനെയുണ്ട് ലൈവ് സ്കെച്ചിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ? ക്ലാസ്സൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ലൈവ് സ്കെച്ചിന് വന്നത്, പക്ഷെ നല്ല ആംബിയൻസ് ഒക്കെയാണ്.
Brilliant Study Center, India's #1 coaching center for NEET and JEE.